നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോകാം പോകാം. നന്ദിനി, മാലതി, മോനെ ജഗദീഷേ, അമ്മേ പറയാമേ. എല്ലാവരും അവരവരുടെ തുണികളും മറ്റും എടുത്തോ. ഇനി നമുക്കിവിടെ ഒരു അവകാശവും ഇല്ല. വേഗം പോവാ, എങ്ങോട്ടെങ്കിലും. അമ്മേ, എന്താ അമ്മ ഇത്? എന്താ നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ മടിയുണ്ടോ? ഇവൻ ചവിട്ടി പുറത്താക്കും. അതിനു മുമ്പ് ഇറങ്ങിക്കോ. അവനിപ്പോ സാവിത്രിയുടെ മകനാ നന്ദിനി. നീ ഓമനിച്ച് താരാട്ടുപാടി ഉറക്കിയതും നീ നൽകിയ വാത്സല്യമൊക്കെ അവൻ മറന്നു. വീശുന്നത് കരികാലക്കാറ്റാണ്. ഇതും ഇതിലപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുത്തശ്ശി, എന്നെ വിട്ട് എങ്ങോട്ടും പോവല്ലേ. അടങ്ങി നിക്കടി. അവളുടെ ഒരു പൂങ്കണ്ണീര് നിനക്കുള്ളതേ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പ്രസവ ശുശ്രൂഷയ്ക്ക് നൽകുന്ന കഷായം പോലെ ഇടയ്ക്കിടയ്ക്ക് തന്നോളാം. ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗുളികകളും തരാം. അമ്മേ, കാർത്തിമോൻ ഇപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അമ്മ അവനോട് ക്ഷമിക്കണം. അവന് വേണ്ടി ക്ഷമ പറയാൻ നീ ആരടി? നീ അമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മയാവോ? ഇവൻ എന്റെ മകനാ. ഇവനെ പ്രസവിച്ചതേ ഞാനാ. ജഗദീഷേ, എന്റെ നന്ദിനി എടുത്തി ഏട്ടത്തിയുടെ സന്മനസ്സിനും സ്നേഹവാത്സല്യങ്ങൾക്കും ഒന്നും ഇവൻ പുല്ലു വില കൽപ്പിച്ചിട്ടില്ല. പിന്നെന്തിനോട് ഇവന്റെ ആട്ടുനിൽക്കും കേൾക്കണം? നിയമം അനുസരിച്ചാണെങ്കിലേ ഈ ചെമ്പകമംഗലത്തിന് അടുത്ത അവകാശം ഇളയ മകനായി എനിക്കാ. പക്ഷേ സമ്പത്തിനേക്കാളും സൗഭാഗ്യത്തെക്കാളും ഉപരി ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കുന്നു. അവരെനിക്കല്ല, അവര് പറയുന്നത് ഞാൻ കേൾക്കൂ. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവന്. മറ്റുള്ളവരുടെ സമ്പാദ്യം ആഗ്രഹിക്കുന്ന ഇത്തിൽ കണ്ണികൾക്കിരിക്കട്ടെ ചെമ്പകമംഗലം. പരപീടി അടിക്കാൻ നടക്കുന്ന കീടങ്ങൾ. ചെല്ലുമാലതി, ചെന്ന് സാധനങ്ങളൊക്കെ എടുക്ക്. പോ. എന്താ ACP കാണിക്കുന്നൊക്കെ? ഞാനോ ഈ നിൽക്കുന്ന മറ്റാരെങ്കിലോ നിങ്ങളുടെ ഭാര്യയുടെ ഒളിച്ചോട്ടത്തിന് സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ തിരിച്ചു വിളിക്കണം. അയ്യോ അമ്മേ, മിണ്ടിപ്പോകരുത് നീ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ നിയമമാണ്. ഞാനാണ് വക്കീലും കോടതിയും ജസ്റ്റിസും അല്ല. ഇവിടെ എന്നെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആര് ശ്രമിച്ചാലും ശരി, അവര് ഈ വീടിന് പുറത്താ. നീ എതിർത്താൽ നിന്നെ ഞാൻ പുറത്തേക്ക് വിടില്ല. നിന്നെ ഇവിടെ ഇട്ട് പച്ചയ്ക്ക് കത്തിച്ചു കളയും. മനസ്സിലായോടി? നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും സത്യം അങ്ങനെ ആവില്ല. അമ്മ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതാ സത്യം. അവൻ ഒരാളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞത് എന്നോടാ. ആ പ്രേമം മറ്റാരോടുമല്ല.
അത് മൈഥിലി ചേച്ചിയോടാ. നീ പറയുന്ന റീസൺസ് ഒക്കെ നിന്നെ ശുദ്ധീകരിക്കാനുള്ള ന്യായങ്ങൾ. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം കാണിച്ചാലോ ACP? എനിക്ക് അന്നുണ്ടായ ഈ സംശയം നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ല, ഇനി ചോദിച്ചാലും എന്നോടുള്ള ശത്രുത കൊണ്ട് അവരത് പറയണമെന്നില്ല. സത്യങ്ങളെല്ലാം പലരിൽ നിന്നായി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ വഞ്ചിച്ചവർക്ക് ആർക്കും ഞാൻ മാപ്പ് കൊടുക്കില്ല. തെറ്റ് ചെയ്യാത്തവരെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. നിങ്ങൾക്കിപ്പോ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളിൽ എനിക്ക് വിഷമമുണ്ട്. അതിന് നിരപരാധിയായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ നിരപരാധിയല്ല. എന്റെ മനസ്സൊരു തിളയ്ക്കുന്ന കടലാക്കി മാറ്റിയെടുത്തത് നീ ഒറ്റ ഒരുത്തിയാ. ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ പങ്ക് നീയും അനുഭവിച്ചേ പറ്റൂ. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. മോനെ കാർത്തി, എന്നെ ഇനി മോനെ എന്ന് വിളിക്കണ്ട. ഞാൻ അങ്ങനെ വിളിക്കൂ. എന്റെ മോനെ, നീ ഈ തീരുമാനം പിൻവലിക്കണം. നിന്റെ ഈ പാവപ്പെട്ട അമ്മയുടെ അപേക്ഷ വളർത്തിയതിന്റെ പ്രതിഫലം ചോദിക്കുന്നതല്ല. ഏതൊരമ്മയ്ക്കും മകനോട് പറയാനും മകൻ കേട്ടില്ലെങ്കിൽ അവനോട് അപേക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നിന്നെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും നീ എന്റെ മകനാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നീ എന്നെ അമ്മയായി കരുതിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഈ അപേക്ഷ എന്റെ മോൻ കേൾക്കണം. ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രമേ എന്റെ മോനോട് അമ്മ അപേക്ഷിക്കുള്ളൂ. ഇതെന്റെ മോൻ അംഗീകരിക്കണം. മോനെ, നീ എന്നെ ഇറക്കി വിട്ടോ, ഞാൻ പോവാൻ തയ്യാറാ. പക്ഷെ പ്രായമായ എന്റെ അച്ഛനോടും അമ്മയോടും ഇറങ്ങിപ്പോവാൻ നീ പറയരുത്. അമ്മയുടെ മനസ്സിന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാ മോനെ. എന്റെ മോൻ വന്ന് അവരോട് മാപ്പ് പറയണം. ഞാൻ ആരോടും മാപ്പ് പറയുന്ന പ്രശ്നമില്ല. മോനെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പഴയ കാർത്തികല്ല. മനസ്സ് മരവിച്ചു പോയ മറ്റൊരു മനുഷ്യനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.